നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 9 കമ്പനികളിലെ വിവിധ ബൾക്ക് അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിലൊരു കമ്പനി TCS ആണ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ IT കമ്പനിയാണ് എന്ന് മാത്രമല്ല, ലോകത്തിൽ വാല്യുവേഷനെ വൺ ഓഫ് ദ ബിഗസ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് IT കമ്പനികളാണ് TCS എന്നുള്ളത്. അപ്പൊ TCSലെ ഒരു ബൾക്ക് റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. 2025 പാസ് ഔട്ട് ആകാൻ പോകുന്നത്, അതായത് ഇപ്പൊ ഫൈനൽ ഇയറിലേക്ക് കയറിയവർക്ക് വരെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. അതുകൂടാതെ മറ്റു പല കമ്പനികളിലെ ഒരു ബാങ്കിലേക്ക് ഫ്രഷേഴ്സിനെ ഓഡിറ്റ് വിഭാഗത്തിലേക്ക് ഹയർ ചെയ്യുന്ന വിവരങ്ങൾ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് പോലെയുള്ള പാർക്കുകളിലെ ചില കമ്പനികളിലെ അവസരങ്ങൾ വരെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുക, ഇതേവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയോ ഒക്കെ നിങ്ങൾക്ക് ജോലി തേടാവുന്നതാണ്. അതിൻ്റെ ഒരു ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് നമ്മുടെ ലാലേട്ടൻ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ലക്ഷ്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സിലേക്ക് ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ അതൊന്ന് സൂചിപ്പിക്കാം. ഓർക്കുക, ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂയിലൂടെ അപേക്ഷ കാത്തിരിക്കൊന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് വോക്ക് ഇൻ ചെയ്ത് എത്താവുന്ന അവസരങ്ങളാണ്. 9 വിവിധ തസ്തികകളിലേക്കാണ് ഈ ലക്ഷ്യ ഹയർ ചെയ്യുന്നത്. അതിൽ 5 എണ്ണം ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഫ്രഷേഴ്സിന്റെ അവസരങ്ങൾ അഡ്മിഷൻ ഓഫീസർ, അക്കാഡമിക് കോർഡിനേറ്റർ, ഓൺലൈൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഗസ്റ്റ് റിലേഷൻസ് എക്സിക്യൂട്ടീവ്, കരിയർ കൗൺസിലർ. ഈ തസ്തികയിലൊക്കെ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാം. ബാക്കിയുള്ള 4 തസ്തികകൾ സീനിയർ എക്സിക്യൂട്ടീവ്, HR ഓപ്പറേഷൻസ്, പ്ലേസ്മെന്റ് മാനേജർ, ഫിനാൻസ് എക്സിക്യൂട്ടീവ്, അഡ്മിൻ, ടീം ലീഡർ. ഈ തസ്തികകളിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കായിരിക്കും. ഈ ഒരു അവസരങ്ങളിലേക്കൊക്കെ എത്തണമെങ്കിൽ അത് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ ഓഗസ്റ്റ് 16-ാം തീയതി നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതിന്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. നമുക്ക് അടുത്ത അവസരം ഒന്ന് പരിശോധിക്കാം. അടുത്ത അവസരം ബയാസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IT കമ്പനിയിലേക്കാണ്. ഈ IT കമ്പനിയിലേക്ക് ഒരു ഫ്രഷർ ഹയറിംഗ് പ്രോഗ്രാമർ ട്രെയിനി എന്ന തസ്തികയിലേക്ക് നടക്കുന്നുണ്ട്. ഓർക്കുക, BCA അല്ലെ MCA അല്ലെ BSc കമ്പ്യൂട്ടറോ MSc കമ്പ്യൂട്ടറോ അല്ലെ IT ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതല്ലേ BTech MTech, അത് കമ്പ്യൂട്ടർ സയൻസിലും IT-ലും കഴിഞ്ഞവർക്ക്, അല്ലെ ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസിലും IT-ലും കഴിഞ്ഞവർക്ക്, അത് 2023-ലും 24-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കൊക്കെ അപേക്ഷിക്കാം. അപ്പൊ ഇതിലേക്കുള്ള ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ അത് നടക്കുന്നത് നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓഗസ്റ്റ് 20-ാം തീയതി ചൊവ്വാഴ്ച 10:30 മണിക്ക് വൺ ടീം സൊല്യൂഷൻ അവരുടെ കാലിക്കറ്റ് മാവൂർ റോഡിലുള്ള ഓഫീസിലേക്ക് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം. അപ്പം ഞാൻ 2 വോക്ക് ഇൻ ഇന്റർവ്യൂ ഡീറ്റെയിൽസ് ആണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ 2ന്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇനി അടുത്ത അവസരം ഇൻഡസ്ഇൻഡ് ബാങ്കിലാണ്. നമ്മുടെ രാജ്യത്തെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു ബാങ്കിങ് കമ്പനിയാണ് ഇൻഡസ്ഇൻഡ് എന്നുള്ളത്. ഇവര് ഇന്റേണൽ ഓഡിറ്റ് ഈ ഒരു മേഖലയിലേക്ക്, അതായത് ഇന്റേണൽ ഓഡിറ്റ് അസോസിയേറ്റ് അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ് എക്സിക്യൂട്ടീവ്, ഈ തസ്തികയിലേക്കൊക്കെ ഫ്രഷർ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബാച്ചിലർ ഓർ മാസ്റ്റേഴ്സ് ഇൻ കൊമേഴ്സ് അല്ലെങ്കിൽ ഫിനാൻസ്, അതായത് BCom, MCom അല്ലെ BBA അല്ലെങ്കിൽ MBA ഫിനാൻസുകാർക്കൊക്കെ അപേക്ഷിക്കാം. ഇവരുടെ ബ്രാഞ്ചുകളിലേക്കൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സ് വിത്ത് ഏജ് ബിലോ 30 ഇയേഴ്സിനെ ആയിരിക്കും ഇവർ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാനായിട്ട് കഴിയും. കൊച്ചി ആയിരിക്കും ബേസ് ലൊക്കേഷൻ, പക്ഷെ ട്രാവൽ വേണ്ടി വരും. അപ്പം BCom, MCom, MBA ഫിനാൻസ്, BBA അങ്ങനെയുള്ളവർക്ക് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് TCSൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. TCSന്റെ ഒഫീഷ്യൽ കരിയർ സൈറ്റാണ് ഇന്ത്യ റിക്രൂട്ട്മെന്റിന്റെ സൈറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരെ അനൗൺസ് ചെയ്യുന്നതാണ് ഇൻവൈറ്റിംഗ് ഗ്രാജുവേറ്റ്സ് ഇൻ ആർട്സ് ആൻഡ് കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ്. TCS BPS ഹയറിംഗ് ആണ്. അപ്പൊ TCSന്റെ BPS ബിസിനസ് പ്രോസസ് സർവീസിലേക്കുള്ള ഹയറിംഗ് ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് 11 സെപ്റ്റംബർ 2024 ബുധനാഴ്ച വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇതിന്റെ ടെസ്റ്റ് നടക്കുന്നത് 11 ഒക്ടോബറിലായിരിക്കും, ഓൺലൈനിലായിരിക്കും. അപ്പൊ അതെങ്ങനെ രജിസ്റ്റർ ചെയ്യണം, ആ കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. എന്നിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം ആ കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. ഇവരുടെ സൈറ്റിലേക്ക് വന്നാൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. BCom അല്ലെ BA ഇന്നതെന്ന് സൂചിപ്പിക്കുന്നില്ല. അപ്പൊ എല്ലാം BA ഇംഗ്ലീഷ്, എക്കണോമിക്സ്, അങ്ങനെ BA ഹിസ്റ്ററി ആർക്ക് വേണേലും അപ്ലൈ ചെയ്യാം. അപ്പോൾ BComകാര്, BAക്കാര്, പിന്നെ നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളതാണ് BBA അല്ലെ, BBAക്കാർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ BScക്കാർക്കും അപ്ലൈ ചെയ്യാം. പക്ഷെ BSc ഓർക്കണം, മാത്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT ഇത്രയും പേർക്ക് പറ്റില്ല, എക്സെപ്റ്റ് എന്നാണ് സൂചിപ്പിക്കുന്നത്.
ബാക്കി BSc ഉണ്ടല്ലോ, ബാക്കി ഒത്തിരി BSc ഉണ്ട്, അവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതേപോലെ BCAക്കാർക്കും പറ്റത്തില്ല. ഈ BCAക്കാർക്കും BSc മാത്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT-കാർക്കൊക്കെ മറ്റൊരു റിക്രൂട്ട്മെന്റ് ആണ് TCS നടത്തുന്നത്. അപ്പം ഈ പറഞ്ഞ ഒഴിച്ച് ബാക്കി BScക്കാർക്കും BAക്കാർക്കും BComകാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. BBAക്കാർക്കും അപ്ലൈ ചെയ്യാം. അത് ഓർക്കണം. 2025 പാസിംഗ് ഔട്ട് ആവുന്നവർ, അതായത് ഇപ്പൊ ഫൈനൽ ഇയറിലേക്ക് കയറിയ 2025 ഏപ്രിൽ, മെയ്, ജൂണിലൊക്കെ തീരുന്നവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. 1 ബാക്ക്ലോഗ്സ്, ഒരു അരിയർ വരെ അപ്ലൈ ചെയ്യുന്ന സമയത്തുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം. ഫുൾ ടൈം ഈ ഡിഗ്രി ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു അവസരം. നിങ്ങളുടെ 10th ഉം 12th ഉം ഒക്കെ NIOS-ലാണെങ്കിലും, അതായത് ഓപ്പൺ സ്കൂളിങ്ങിലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഡിഗ്രി ഫുൾ ടൈം ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം. അക്കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇതിന്റെ ടെസ്റ്റ് പാറ്റേൺ എങ്ങനെയായിരിക്കും അതിവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇതിന്റെ 50 മിനിറ്റിന്റെ പരീക്ഷയായിരിക്കും. എന്തൊക്കെയാണ്? ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി, അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് നിങ്ങളുടെ കണക്കുപരമായ കഴിവുകൾ, ലോജിക്കൽ റീസണിങ് കഴിവുകൾ, അങ്ങനത്തെയൊക്കെ ഇതിനെ ബേസ് ചെയ്തായിരിക്കും ടെസ്റ്റ്. അപ്പം അത് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ഈ TCSന്റെ സൈറ്റിൽ വരണം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ സൈറ്റിൽ വന്നാൽ ഇതിന്റെ എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം TCSന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കണം. നിങ്ങളുടെ നെയിം ആധാർ കാർഡിലുള്ള പോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കണം. നിങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, നിങ്ങൾ ഈ ഓൾറെഡി ഈ സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളാകാൻ സാധ്യതയില്ല, കാരണം 2025 ഒക്കെ പുതിയ ഡ്രൈവുകളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം, അതൊക്കെ സൗജന്യമായുള്ള രജിസ്ട്രേഷനാണ്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ഫോർ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ലിങ്ക് വരും. ഇനി ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് അപ്ലൈ ഫോർ ഡ്രൈവ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഓർക്കണം, കാറ്റഗറി എടുക്കുമ്പോൾ BPS എന്ന കാറ്റഗറി ആയിരിക്കണം, ബിസിനസ് പ്രോസസ് സർവീസസ്. IT എന്നൊരു കാറ്റഗറി ഉണ്ട്, അത് BCAക്കാർക്കും BSc ഫിസിക്സ്, മാത്സ്, BSc കമ്പ്യൂട്ടർ സയൻസുകാർക്കൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് BPS എന്നുള്ള കാറ്റഗറിയാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലൈ ഫോർ ഡ്രൈവ് എന്ന സ്റ്റാറ്റസ്, ട്രാക്ക് യുവർ ആപ്ലിക്കേഷനിൽ പോയിട്ട് അപ്ലൈഡ് ഫോർ ഡ്രൈവ് എന്നൊരു സ്റ്റാറ്റസ് കാണുവാണെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഓർക്കണം, നിങ്ങളുടെ ടെസ്റ്റ് മോഡ് ഇൻ സെന്റർ എന്ന് ഓപ്റ്റ് ചെയ്യണം. ഇൻ സെന്റർ എന്ന് പറഞ്ഞാൽ TCSന്റെ സെന്റേഴ്സ് ഉണ്ട്. TCSന്റെ ഇപ്പോൾ എൻ്റെ കോട്ടയത്താണെങ്കിൽ ഏറ്റുമാനൂരിൽ പട്ടിത്താനത്ത് ഒരു TCSന്റെ വലിയ സെന്റർ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച് ടെസ്റ്റ് എഴുതാം എന്നുള്ളതാണ് ഇൻ സെന്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ഈ വിവരം കേൾക്കുന്ന ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കണം. കാരണം ഇൻ സെന്റേഴ്സിലൊക്കെ എന്താ പറയുക, സീറ്റ്സുകൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം ലേറ്റ് ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തല്ലേ നമ്മുടെ ഡിസ്ട്രിക്റ്റിലുള്ള ഇൻ സെന്റേഴ്സ് കിട്ടണമെന്നില്ല. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിലായിരിക്കും അവർ സെന്റേഴ്സ് സ്ലോട്ട് കൊടുക്കുക എന്നുള്ള കാര്യം ഓർക്കുക. വർഷത്തിൽ ഈ ഒരൊറ്റ ദിവസമായിരിക്കും, ഒക്ടോബർ 11-ാം തീയതി മാത്രമായിരിക്കും ഓൾ ഇന്ത്യ ബേസിൽ ടെസ്റ്റ് നടത്തുക. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള ടെസ്റ്റ് സെന്റർ ഓപ്റ്റ് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. യു മസ്റ്റ് ഹാവ് ഓൾ യുവർ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആസ് ആപ്ലിക്കബിൾ. 10th മാർക്ക് ലിസ്റ്റ്, 12th മാർക്ക് ലിസ്റ്റ്, ഗ്രാജുവേഷൻ മാർക്ക് ലിസ്റ്റ് ഓഫ് ദ സെമിസ്റ്റർ ടിൽ ഡേറ്റ്. ഇതൊക്കെ നിങ്ങളുടെ കോളേജിലാണെങ്കിൽ അതൊക്കെ ഒന്ന് തിരിച്ചു വാങ്ങിച്ച് അതിന്റെ ഫോട്ടോകോപ്പി എടുക്കുമോ എന്താന്ന് വെച്ചാലൊക്കെ ചെയ്തോണം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റ് പ്രൊവൈഡേഴ്സ്, TCS ആണ് ഈ ടെസ്റ്റ് നടത്തുന്നത്, അവരുടെ ഭാഗത്ത് നിന്ന് ടെസ്റ്റിന്റെ ഡീറ്റെയിൽസും കൺഫർമേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. TCS പണമൊന്നും ആവശ്യപ്പെടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പരും ഇമെയിൽ ID ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെയും ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് ഗാഡ്ജിയോൺ എന്ന് പറഞ്ഞ കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന ഗാഡ്ജിയോൺ, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ നമ്മുടെ കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ്. ഇവര് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന അവസ്ഥയിലേക്ക് ഹയറിംഗ് നടത്തുന്നുണ്ട്. ഫ്രഷേഴ്സിനെ ആയിരിക്കും ഹയർ ചെയ്യുക. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്നത് ഈ ഡിജിറ്റൽ ആയിട്ടൊക്കെയുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആയിരിക്കും. BTechകാർക്കും MBA മാർക്കറ്റിംഗിൽ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അപ്പോൾ അതിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ലീഡ് ജനറേഷൻ ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, കണ്ടന്റ് ക്രിയേഷൻ ഉണ്ട്. അപ്പോൾ കൂടുതലും അങ്ങനെ കുറേ വർക്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഈ ഡിജിറ്റൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് ഓഫീസിൽ ഇരുന്ന് ചെയ്താൽ മതിയാവും. അപ്പോൾ BTechകാർക്ക് MBAക്കാർക്കും ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ഫ്രഷേഴ്സിനെയാണ് ഹയർ ചെയ്തത്. അപ്പോൾ ഗാഡ്ജിയോൺ സ്മാർട്ട് സിറ്റിയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ.
ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ, ഈ വേക്കൻസിക്കെല്ലാം കൂടുതൽ വിവരങ്ങൾ jobswitch.com എന്ന നമ്മുടെ സൈറ്റ് നൽകിയിട്ടുണ്ട്. അവിടെ പോയിട്ട് ഇപ്പോൾ ഗാഡ്ജിയൻ ആണെങ്കിൽ ഗാഡ്ജിയൻ എന്ന് സെർച്ച് ചെയ്ത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് പവർ ഗ്യാസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന അവസരം. ഇതൊരു സൂചിപ്പിക്കുന്നുണ്ട് ലീഡിംഗ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ കമ്പനി. അപ്പോൾ ഇവര് നമ്മളുടെ ചങ്ങാരമംഗലം, എനിക്ക് തോന്നുന്നു ഇത് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ അവിടേക്കാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. പ്രപ്പോസൽ എഞ്ചിനീയർ എന്ന തസ്തികയിലേക്ക് 5 പേരെ ഹയർ ചെയ്യുന്നുണ്ട്. ഡിപ്ലോമ അല്ലെ ബിടെക്, അത് ഇലക്ട്രിക്കലും മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ഈ ഏരിയാസിലൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 1 to 2 years എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ട് 2 പേരെ, ബികോം കഴിഞ്ഞ് 1 to 2 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഗ്രാഫിക് ഡിസൈനർ ആയിട്ടും 2 പേരെ, 1 to 2 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ പവർ ഗ്യാസിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ jobswitch.com എന്ന നമ്മുടെ സൈറ്റിൽ നൽകുന്നു. ഇനി നമുക്ക് 2 കമ്പനികളിലെ ബൾക്ക് ഹയറിംഗ് അവസരം ഒന്ന് സൂചിപ്പിക്കാം. ഒരു കമ്പനിയിൽ, ഇത് ആദ്യത്തെ കമ്പനി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഈ കമ്പനിയിൽ 20ഓളം ഒഴിവുകളാണുള്ളത്. ഇത് നമ്മുടെ കോഴിക്കോട് സൈബർ പാർക്കിൽ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ്. ഇവർ ടെലി സെയിൽസിലേക്ക് 20 പേരെ ഹയർ ചെയ്യുന്നുണ്ട്. ഡിഗ്രിയുള്ള ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ അറിയാവുന്നവർക്കായിരിക്കും അവസരം. അവർക്ക് വർക്ക് ഫ്രം ഹോം, വീട്ടിലിരുന്ന് ചെയ്യാവുന്ന അവസരങ്ങളുണ്ട്. ഓൺ സൈറ്റ് ഉണ്ട്, വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള അവസരങ്ങളുമുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ അവസരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 40 ഒഴിവുകളാണ് അവിടെ ലഭ്യമായിരിക്കുന്നത്. എഡ്യൂപോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈനിലൂടെയൊക്കെ ക്ലാസ്സുകൾ നടത്തുന്ന ഒരു കമ്പനിയാണ്. ഒരു 40 പേരെ ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് എന്ന അവസ്ഥയിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയുള്ള ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അപ്പോൾ ഡിഗ്രിയുള്ള ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന 2 അവസരം, ഒരിടത്ത് 40 ഒഴിവുകളാണെങ്കിൽ മറ്റൊന്നിൽ 20 ഒഴിവുകളുണ്ട്. ടോട്ടൽ 60 ഒഴിവുകളാണ് ഉള്ളത്. അപ്പം ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയ ചില അവസരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ളിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഓർക്കും അപേക്ഷിക്കുന്ന എല്ലാവരെയും ഒന്നും ടെസ്റ്റിനോ ഇന്റർവ്യൂവിനോ വിളിക്കത്തില്ല. എന്നാൽ TCSന്റെ റിക്രൂട്ട്മെന്റിൽ അപേക്ഷിക്കുന്ന എല്ലാവരെയും എലിജിബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കും എന്നുള്ള കാര്യം അറിയുക. പക്ഷെ അത് പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ റിക്രൂട്ട്മെന്റുകളും സൗജന്യമാണ്. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിലവസരങ്ങൾ തരുന്നവരാണെങ്കിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ നമ്മുടെ പല ചാനലിലൂടെയും അതൊക്കെ തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.